സംഭവിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ അത്രയും ആമുഖമായി പറഞ്ഞത്, ഒരാൾ വിചാരിച്ചാൽ, 10 പേര് വിചാരിച്ചാൽ ഒന്നും ഒരു രാജ്യത്തും ഒരു സ്ഥലത്തും വീട്ടിൽ പോലും ചെയ്യാൻ സാധിക്കും. നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഒരുമിച്ച് ഒറ്റക്കെട്ടായി കൂട്ടായ്മയോടെ പ്രവർത്തിച്ചാൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ കഴിയും. ഈ രാവിലെ എനിക്കിത് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. നമ്മുടെ പല സ്ഥലത്തു നിന്നും വന്ന 108 വീട്ടുകാരാണ് നമ്മുടെ ARA കുടുംബത്തിലുള്ളത്. നമുക്കെല്ലാം ഉപജീവന മാർഗത്തിന് വേണ്ടി വിവിധങ്ങളായ ജോലികളും സമയവ്യത്യാസങ്ങളും രോഗങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിൽ കൂടി അതിനിടയിലൂടെ പഴുതുകൾ കണ്ടെത്തി ഒരല്പസമയം നമുക്ക് കൂട്ടായ്മയിലൂടെ ഒരുമിക്കുവാനും നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും മഹാത്മാഗാന്ധിയെയും സ്വാതന്ത്ര്യദിനത്തെയും നമ്മുടെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കണം. നമുക്ക് ഇവിടെ പലതും ചെയ്യാനുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഗവൺമെൻറ് തലത്തിലും കളക്ടർ ലെവലിലും ഒക്കെ അപേക്ഷകൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വേണ്ടി വന്നാൽ ഞാൻ വൈകിട്ട് വിശദമായി പറയാം, നമുക്ക് ഒരുമിച്ചൊരു ധർണയോ എന്തെങ്കിലും തരത്തിലേക്ക് പോകേണ്ടത് തന്നെ വരും. അതിന് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ ഓണ പരിപാടിയുടെ അനുബന്ധിച്ച് ഓണസദ്യ ഉണ്ട്. രാവിലെ 9 മണിക്ക് ഇവിടെ പൂക്കളം ഇടുന്നുണ്ട്. എല്ലാവരും സഹകരിക്കുക. 12 മണിക്ക് ശേഷം സദ്യയ്ക്ക് ശേഷം 5 മണിക്ക് നമ്മുടെ പൊതുസമ്മേളനം തുടങ്ങുന്നുണ്ട്. അവിടെ കലാപരിപാടികളുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ച് നമുക്കിത് വലിയ ഉത്സവമാക്കി മാറ്റുന്നതാണ് പറയുന്നുണ്ട്. പൂക്കള് ഉദ്ഘാടനത്തിന് എന്തെങ്കിലും ചെലവുണ്ടോ? ആരെങ്കിലും ഉദ്ഘാടനം ചെയ്യുമ്പോൾ ചെലവുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഉദ്ഘാടനം ചെയ്യാം ചേട്ടാ. അല്ല, പൂക്കളെ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ അതിന്റെ ചെലവ് വയ്ക്കണം. എല്ലാവർക്കും ഒന്ന് കാണിച്ചാൽ മതി. എല്ലാവർക്കും കാണിച്ചു തരും.